ഉണ്ടായിരുന്നു ഫസ്റ്റ് സെക്ഷനിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് വളരെ എളുപ്പമായിരുന്നു. അത് അവർ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ആ പാരഗ്രാഫ് നന്നായി വായിച്ചാൽ മതി. പിന്നെ ഗ്രാമർ എളുപ്പമായിരുന്നു. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അങ്ങനെ പാടായി തോന്നിയുള്ളൂ. പിന്നെ മാത്സിൻ്റെ സെക്ഷൻ വന്നപ്പോഴേക്കും കുറേ ഒക്കെ മറ്റേ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിപ്പിച്ച് തന്നെ വന്നു. അപ്പോൾ അതിലെങ്കിൽ കുറച്ച് നേരം പോയി എഴുതി ചെയ്യണ്ടേ കുറേ. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പിന്നെ വന്നത് പസിൽസിൽ മറ്റേ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു, ഷേപ്സ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത സീക്വൻസ് ഏതാ കണ്ടുപിടിക്കും അങ്ങനത്തെ തോന്നുന്നു. അതൊക്കെ ചെയ്തു ഞാൻ, കുഴപ്പമില്ല. ഓൾമോസ്റ്റ് നോക്കുമ്പോൾ എങ്ങനെയാണ് എൻ ഐ ഡി വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റിൻ്റെ എക്സാം കുറേ കൂടി ടൈം കൺസ്യൂമിങ് ആണ്. എൻ ഐ ഡിനെ വെച്ച് നോക്കുമ്പോൾ എൻ ഐ ഡി കുറേ കൂടി എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നിഫ്റ്റ് പിന്നെ ഈ ലാസ്റ്റ് സെക്ഷൻ GK അത് പിന്നെ കുറേ ഇന്ത്യ തന്നെ വേസ്റ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് തന്നെ വന്നു. ഓൾമോസ്റ്റ് നോക്കുമ്പോൾ അടുത്ത സെക്കൻഡ് ഷിഫ്റ്റിലോട്ട് പോവാം. അപ്പോൾ അത് ഫസ്റ്റ് 12:30 കയറണം അല്ലേ? ഓക്കെ, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് പറ. എങ്ങനെ ഉണ്ടായിരുന്നു? പഠിച്ചതൊക്കെ വന്നാ? എങ്ങനെയുണ്ട് GK കറണ്ട് അഫെയർ? ദിവസങ്ങളുടെ പ്രത്യേകതകളും പിന്നെ ബയോഡിഗ്രേഡബിൾ ഇത് മൊത്തം മറ്റേത് സസ്റ്റൈനബിലിറ്റി ഇത് സെക്കൻഡ് ഷിഫ്റ്റ് ഉണ്ടോ? ഫുഡ് കഴിക്കണം. ബാക്കി ടൈമിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ടൈം പറ്റിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് വായിച്ചു. സെക്ഷൻ ബി വരെ കണ്ടിട്ടുണ്ടായില്ല. എന്നിട്ടാണെങ്കിൽ ഓക്കെ, താങ്ക് യു.